ഇനി 50 വർഷക്കാലം, 50ഉം 60ഉം വർഷക്കാലം നമ്മുടെ വരുന്ന തലമുറക്കാർക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള റോഡുകൾ വേണം. 50 വർഷത്തിന് ഉള്ള റോഡുകളാണോ ഇപ്പോൾ നിർമ്മിച്ചത്? ചോദ്യം ഒന്നാണ്. ഡ്രെയിനേജ് കണക്ഷൻ എത്ര അടുത്തുണ്ട്? 33 വാർഡിലേ ഉള്ളൂ. ആര്യ രാജേന്ദ്രനും കൂട്ടരും ഭരിച്ചതിന്റെ ഫലമാണ്. 101 വാർഡിൽ ഡ്രെയിനേജ് കണക്ഷൻ വേണ്ടേ? കിച്ചൺ ബിന്നിൽ വാങ്ങിച്ചത് അഴിമതിയുണ്ട്, കിച്ചൺ ബിന്ന് വിതരണം ചെയ്തതിൽ അഴിമതിയുണ്ട്. അത് എവിടെയൊക്കെ വിതരണം ചെയ്തു എന്നറിയില്ല, അത് ഏതൊക്കെ വീടുകളിൽ കൊടുത്തു എന്നറിയില്ല. തീർച്ചയായിട്ടും കുത്തഴിഞ്ഞ അഴിമതി ഉണ്ടെന്ന് ഓഡിറ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മാലിന്യ വിഷയത്തിൽ പരിഹാരം കണ്ടോ? ഞാൻ പറയുന്നത് വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടോ? നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. എല്ലാ വിഷയങ്ങളിലും ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ഇപ്പം സ്മാർട്ട് സിറ്റിയിൽ രണ്ടാമതും സ്മാർട്ട് സിറ്റിയിൽ ഫണ്ട് അനുവദിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ വരും തലമുറയ്ക്ക് ആവശ്യമായ തരത്തിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ നമുക്ക് റോഡുകളുടെ നിർമ്മാണം അനിവാര്യമാണ്. ചുമ്മാ BNBC അടിച്ചത് കൊണ്ട് മാത്രം റോഡാകില്ല. ഉണ്ടായിരുന്ന റോഡുകൾ ആവശ്യത്തിനുള്ള വീതി ഉണ്ടാകണം. ും മാറേണ്ടത് മാറും എന്നുള്ള ഒരു ടാഗ് ലൈനോടുകൂടെ BJP രംഗത്തേക്ക് വരുമ്പോ സമൂഹ മാധ്യമങ്ങളിലടക്കം LDFന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് സഖാക്കന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തിരുവനന്തപുരത്ത് ഇനി എന്താണ് കൊണ്ടുവരാനുള്ളത്? സ്മാർട്ട് സിറ്റിക്ക് സ്മാർട്ട് സിറ്റി ഉണ്ട്, ഏറ്റവും മികച്ച റോഡുകളുണ്ട്. ഇതൊക്കെ ആര്യ രാജേന്ദ്രനും LDF സർക്കാരും സാധിച്ചു കഴിഞ്ഞു. ഇനി എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശം എടുത്തു പറയുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്ത് ഇനി പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരാനില്ല എന്നുള്ള തരത്തിലൊരു പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. മാറാത്തത് ഇനി മാറുമെന്ന് രാജീവേട്ടൻ പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ മാത്രമല്ല, കേരള സംസ്ഥാനത്തെ ഭരണം അടക്കം ഒഴിഞ്ഞിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. മാറാത്തത് മാറി, തിരുവനന്തപുരം നഗരസഭയിൽ മാറാത്തത് മാറി. ഇവിടെ സ്മാർട്ട് സിറ്റി വഴിയാണ് നമ്മുടെ റോഡുകൾ നിർമ്മാണ പ്രവർത്തനം ഏകദേശം 22. ഞാനൊന്ന് ചോദിക്കട്ടെ, സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? സുസ്ഥിര വികസനത്തിന് മുൻതൂക്കം കൊടുത്തുള്ള ഒരു വികസന പ്രവർത്തനമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. മനസ്സിലാക്കണം. അതെങ്ങനെ? വരുന്ന തലമുറയ്ക്ക്, അതായത് ഇനി 50 വർഷക്കാലം, 50ഉം 60ഉം വർഷക്കാലം നമ്മുടെ വരുന്ന തലമുറക്കാർക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള റോഡുകൾ വേണം. 50 വർഷത്തിന് ഉള്ള റോഡുകളാണോ ഇപ്പോൾ നിർമ്മിച്ചത്? ചോദ്യം ഒന്നാണ്. അതിന് ഉത്തരം തരണം. കാരണം എന്ന് പറഞ്ഞാല് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത ഒരു വികസനപ്രദം, അതാണ് സുസ്ഥിര വികസനം. അത് വരും തലമുറയ്ക്ക് 50 വർഷം കഴിഞ്ഞുള്ള തലമുറ ജീവിക്കുവാൻ വേണ്ടിയുള്ള അവർക്കുള്ള സഞ്ചാരയോഗ്യമായ റോഡുകൾ ഉണ്ടോ? ഇല്ല. കുപ്പിക്കഴുത്ത് പോലെയാണ് ചൂരക്കാട്ട് പാളയത്തിന്റെ റോഡ് ഇരിക്കുന്നത്. ഉണ്ടായിരുന്ന റോഡിന്റെ വികസനം തിരിച്ച് കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റിയല്ല അവിടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പറയുന്ന കേബിളുകൾ, ഈ പറയുന്ന കുടിവെള്ള കണക്ഷനുകൾ, ഡ്രെയിനേജ് കണക്ഷൻ എത്ര അടുത്തുണ്ട്? 33 വാർഡിലേ ഉള്ളൂ. ആര്യ രാജേന്ദ്രനും കൂട്ടരും ഭരിച്ചതിന്റെ ഫലമാണ്. 101 വാർഡിൽ ഡ്രെയിനേജ് കണക്ഷൻ വേണ്ടേ? ആര് ചെയ്യും? ആരാ ചെയ്യേണ്ടത്? എല്ലാം ചെയ്തു തീർത്തെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഉത്തരം തരണം. ഡ്രെയിനേജ് സംവിധാനം 101 ഈ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ രോഗം നേരിടുന്ന ഒരു വാർഡാണെന്ന് ഒരു പ്രദേശമാണ് തിരുവനന്തപുരം നഗരം. അതായത് ഡെങ്കി റിപ്പോർട്ട് ചെയ്താൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന തിരുവനന്തപുരം നഗരത്തിൽ. അതായത് നിരവധി പകർച്ചവ്യാധികൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ വരുന്നുണ്ട്. ആ പകർച്ചവ്യാധികൾ പരത്തുവാനുള്ള കാരണം എന്താണ്? കാരണം ഇത്തരത്തിൽ ഡ്രെയിനേജ് സംവിധാനമില്ല. ഡ്രെയിനേജ് സംവിധാനം 100 വാർഡുകളിലും ഉണ്ടാകണം. അതാണ് BJP പറയുന്നത്. 100 വാർഡുകളിലും കുടിവെള്ള കണക്ഷൻ, കുടിവെള്ളം എല്ലാ വീടുകളിലും ഉണ്ടാകണം. എല്ലാ വീടുകളിലും ഉണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായ പരിഹാരം കാണണം. കണ്ടില്ല. ഈ പറയുന്ന ഏകദേശം കുറേ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു. ഈ പൊന്മുട്ടയുടെ എന്ന താറാവാണ് ഈ പറയുന്ന മാലിന്യ വിഷയത്തിൽ ഇവരെടുക്കുന്നത്. കിച്ചൺ ബിന്നിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞത് BJP പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. ഇപ്പോൾ 2023-24 ഓഡിറ്റ് വന്നപ്പോൾ എന്തായി? കിച്ചൺ ബിന്നിൽ വാങ്ങിച്ചത് അഴിമതിയുണ്ട്, കിച്ചൺ ബിന്ന് വിതരണം ചെയ്തതിൽ അഴിമതിയുണ്ട്. അത് എവിടെയൊക്കെ വിതരണം ചെയ്തു എന്നറിയില്ല, അത് ഏതൊക്കെ വീടുകളിൽ കൊടുത്തു എന്നറിയില്ല. തീർച്ചയായിട്ടും കുത്തഴിഞ്ഞ അഴിമതി ഉണ്ടെന്ന് ഓഡിറ്റിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മാലിന്യ വിഷയത്തിൽ പരിഹാരം കണ്ടോ? ഞാൻ പറയുന്നത് വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടോ? എല്ലാം ചെയ്തെന്ന് അവിടെ പറയുന്നല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാം പൂർത്തിയാക്കി വെച്ചെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് പഠിച്ചാൽ മാത്രമേ ഇലയിട്ട് വെച്ചിരുന്ന് ഉണ്ണാമെന്ന് മതിയാന്നല്ല അവർ പറയുന്നത്. വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടോ? ഒരു തുടർച്ചയായി ഒരു 5 മണിക്കൂർ ഇവിടെ മഴ പെയ്താൽ ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഇതിന് പരിഹാരം കാണട്ടെ. ഈ തോടുകളുടെ
ഏകദേശം 52 തോടുകളുണ്ട്. ആ തോടുകളുടെ ഒക്കെ നീരൊഴുക്ക് കൃത്യതാക്കാൻ വേണ്ടി നമ്മുടെ അമൃത് പ്രോജക്റ്റിലെ ഒന്നാമത്തെ പ്രോജക്റ്റ്, അമൃത് പ്രോജക്റ്റ് 2016 തോന്നുന്നു, പിന്നെ പുതിയ ഓടകൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ മഴവെള്ളം ഒഴുകി പോകുവാൻ വേണ്ടി ഉള്ള ഓടുകളും തോടുകളും ഒക്കെ ശുചീകരിച്ച് കൃത്യത ഒഴുക്കി വിടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. പ്രോജക്റ്റ് ഉൾപ്പെടുത്താം. 33% ചെലവഴിച്ചോളൂ. 100% ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ പറയുന്ന തമ്പാനൂരിൽ തന്നെ നമുക്ക് നോക്കാം. മഴ പെയ്യുന്ന സമയത്ത് എന്താണ് അവസ്ഥ? ഈസ്റ്റ് പോർട്ടിൽ നമുക്ക് നോക്കാം. വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരു 2-3 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താലുള്ള അവസ്ഥ എന്താണ്? ഇതിനൊരു പരിഹാരം കാണണ്ടേ നമുക്ക്? ഇത് ചെയ്തോ അവര്? ഞാൻ ചോദിക്കാണ്, നിങ്ങളത് ചോദിക്കാണ്. എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ഈ പറയുന്ന ഈ കാര്യം, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരണം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. എല്ലാ വിഷയങ്ങളിലും ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ഇപ്പം സ്മാർട്ട് സിറ്റിയിൽ രണ്ടാമതും സ്മാർട്ട് സിറ്റിയിൽ ഫണ്ട് അനുവദിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ വരും തലമുറയ്ക്ക് ആവശ്യമായ തരത്തിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ നമുക്ക് റോഡുകളുടെ നിർമ്മാണം അനിവാര്യമാണ്. ചുമ്മാ BNBC അടിച്ചത് കൊണ്ട് മാത്രം റോഡാകില്ല. ഉണ്ടായിരുന്ന റോഡുകൾ ആവശ്യത്തിനുള്ള വീതി ഉണ്ടാകണം. ആവശ്യത്തിനെതിരേറെയുള്ള, അത് ഇപ്പോഴത്തെ തന്നെ അല്ല, ഇപ്പോഴത്തെ വരും തലമുറ ഇപ്പോൾ തന്നെ ഇരിക്കുന്നു. നമ്മളെ വിഴിഞ്ഞം പോർട്ട് വന്നു. എന്തുകൊണ്ട് അവിടെ ഒരു ഷിപ്പ് വരുന്നു, ആ ഷിപ്പ് വരുമ്പോൾ അടുത്ത ചെറിയ ഷിപ്പുകളിൽ കയറ്റി അങ്ങ് പറഞ്ഞു വിടുകയാണ്. ഇവിടെ നമുക്കെന്ത് ഗുണം? അത് റോഡ് മാർഗം ശരിയാക്കണ്ടേ? ഇത് ആരാ ചെയ്യേണ്ടത്? എല്ലാം ചെയ്തു വയ്ക്കുന്ന അവർ പറയണം. അത് ചെയ്യേണ്ടത് ആരാണ്? അതിന് അറ്റ്ലീസ്റ്റ് അതിന്റെ സ്ഥലം പോലും അക്യൂർ ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി കാണിക്കാത്ത ഒരു ഗവൺമെന്റല്ലേ നമ്മുടെ മുന്നിലുള്ളത്. മാറ്റം വേണ്ടേ? അതാണ് രാജീവേട്ടൻ പറഞ്ഞത്. മാറാത്തത് മാറും എന്ന് രാജീവേട്ടൻ പറയാനുള്ള കാരണം അതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്നതിനും വളരെയധികം അപകട ഭീഷണി നേരിടുകയാണ്. എന്താ കാരണം? ചുറ്റും പക്ഷികളുടെ എന്തുകൊണ്ട് പക്ഷികൾ വരുന്നു? അവിടെ ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ട് ആ എയറോഡ്രാമിന് ചുറ്റും ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ടിടുന്നു. പക്ഷികൾ ആ ഇറച്ചി മാലിന്യങ്ങൾ കൊത്തിയെടുക്കാൻ വേണ്ടി പറന്നു വരുമ്പോൾ ഫ്ലൈറ്റുകൾക്ക് കയറുവാനും ഇറങ്ങുവാനും പറ്റുന്നില്ല, സിഗ്നൽ കൊടുക്കുവാൻ പെട്ടെന്ന് പറ്റുന്നില്ല. ഇതിന് ഉത്തരവാദി ആരാണ്? BJP അല്ല. എല്ലാം ചെയ്യുന്നു പറയുമ്പോൾ ഇവര് പറയണം. ഇതൊക്കെ കൃത്യതയോടുകൂടി അത്തരം ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 100% ഇരട്ടി ഫ്ലൈറ്റുകൾ ഇറങ്ങാനും കയറുകയും ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷത്തിനകത്ത് റെക്കോർഡാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് നമ്മുടെ നഗരം. അപ്പോൾ അതുപോലെ അതിവേഗം വികസനം നടത്തണ്ടേ? ആ വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും BJP ഇത്തരം അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും മുന്നോട്ട് പോകും.